അപ്പൊ അച്ഛയും കൂടെ അറിഞ്ഞോണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയാവോ തനിക്ക്? ഇതരത്തൊന്നും വരില്ല. പത്രത്തിന്റെ തലക്കെട്ട് കണ്ടില്ലേ? മുൻ MLA പുത്രൻ തന്നെ പ്രതിയെന്ന് പോലീസ്. വന്ദന, ഇത് ഞാൻ അറിഞ്ഞതല്ല. കേസന്വേഷണം മേഡത്തിനാണല്ലോ. അപ്പൊ മേഡം അറിയാതെ ഇങ്ങനൊരു വാർത്ത വരില്ല. ഇത് വളരെ മോശമായിപ്പോയി മാഡം. ഒരു തരം ഡബിൾ പ്ലേ. സ്റ്റോപ്പ് ഇറ്റ്. വന്ദന, ജഗൻ സ്വയം കുറ്റം സമ്മതിച്ചതാ. നീ പരാതിക്കാരി. വേണമെങ്കിൽ എനിക്ക് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വാർത്തയോ? വേണ്ട, ഞാൻ പത്രം നോക്കട്ടെ. കണ്ടു, ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉണ്ടല്ലോ. നീ ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. മുൻ MLA പുത്രൻ തന്നെ പ്രതിയെന്ന് പോലീസ്. പ്രമുഖ വ്യവസായി രാജീവ് മേനോന്റെ കൊലയാളി മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ ജഗൻ തന്നെയെന്ന് പോലീസ്. രാജീവ് മേനോന്റെ മരണം നടന്ന സ്ഥലത്ത് ജഗൻ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. രാജീവ് മേനോനോടൊപ്പം അമ്മയും മരണപ്പെട്ടിരുന്നു. പ്രതി ജഗൻ കരുതിക്കുട്ടി ചെയ്ത കൊലപാതകമാണെന്നും രാജീവ് മേനോന്റെ വിവാഹ ദിവസമാണ് ആക്സിഡന്റ് നടന്നതെന്നും രാജീവ് മേനോൻ വിവാഹം കഴിക്കാനിരുന്ന വന്ദന എന്ന പെൺകുട്ടിയാണ് ഇപ്പോ ജഗന്റെ ഭാര്യ എന്നതും കേസിൽ നിർണായക വഴിത്തിരിവായി. പ്രതി ഇപ്പോ ഒളിവിലാണ്. സാഗർ, സാഗർ! എന്താ രാഗി? പത്രവാർത്ത കണ്ടില്ലേ? ജഗൻ ഒളിവിലാണെന്ന്. അത് വേണ്ട. ഈ പത്രവാർത്ത ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോവാ. ഇവന്റെ തനിനിറം എല്ലാവരും അറിയട്ടെ. ഇവൻ ജയിലിൽ ചാടിയതാണെന്നും ACP ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണെന്നും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയാൻ പോവാ. പ്രകാശേട്ടാ, ഒന്നിന്നെ. വേണ്ട, ഇത് ഞാൻ പറഞ്ഞിട്ടേ അടങ്ങൂ. പറഞ്ഞോ? പറഞ്ഞോ? അതെ, ഈ കേസന്വേഷണം എനിക്കാ. ജഗൻ എന്റെ സുഹൃത്തും. അവന് പകരം ഒരു പ്രതിയെ എനിക്ക് ഏതായാലും ഡമ്മിയായിട്ട് വേണം. ഈ ഡമ്മി പ്രതിയെ വെച്ച് യഥാർത്ഥ പ്രതിയെ പിടിക്കുന്ന ഒരു ഏർപ്പാട് പോലീസുകാർക്കുണ്ട്. നാളത്തെ പത്രത്തിൽ പ്രതിയായിട്ട് പ്രകാശേട്ടന്റെ ഫോട്ടോയും പേരും വരണമെന്നുണ്ടെങ്കിൽ ഈ പത്രം എല്ലാരും കാണിച്ചോ. വേണം. അമ്മേ, എന്റെ വീട് എന്താ ഇത്? അമ്മ ഈ രാത്രി എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് പോണം. എനിക്ക് എന്റെ മോളെ കാണണം. എന്റെ മോളെ കാണണം. അവള് വീണ്ടും 6 മണിയല്ല എന്നെ കാത്തിരിക്കായിരിക്കും. എനിക്ക് പോണം. നിന്നെ അമ്മ ആദ്യം പ്രസവിച്ചത്, അവസാനം പ്രസവിച്ചത് പക്ഷേ
എനിക്ക് നിങ്ങൾ രണ്ടുപേരെ വേണം മോനെ. അമ്മേ, അമ്മേ, ഞാനില്ല ഇവിടെ. കരയല്ലേ. അച്ഛൻ തളർന്നു പോയാ എല്ലാവരും തളരും. വിഷമിക്കരുത്. അച്ഛമ്മ കരയല്ലേ അച്ഛമ്മ? അച്ഛമ്മ കരഞ്ഞ ദിയമോൾക്ക് സങ്കടാവും. സുമിത്രേ, എല്ലാവരോടും പോയി കിടക്കാൻ പറ. വേണ്ടാത്ത കർമ്മങ്ങളൊന്നും ചെയ്യരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. മോനെ, അത് പിന്നെ ഞാൻ സുമിത്രേ, അച്ഛൻ ബിപിയുടെ ഗുളിക കഴിച്ച് കാണില്ല. എടുത്തു കൊടുക്ക്. ചെല്ല്. എന്നിട്ട് എല്ലാവരെയും റൂമിലാക്കിയിട്ട് വന്നാ മതി. ചെല്ല്. എന്നും അച്ഛനല്ലേ വീടിന്റെ കാവല്. ഇനി ഈ പ്രകാശം കാവല്. ആ ചെല്ല്, ചെല്ലടി. മനോജെ, ചെല്ലടാ മോനെ, ചെല്ല്. വസന്ത, ഉം.